വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുനായിട്ടൊന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ശാലിനിയും പ്രീതിയെയും വീട്ടിൽ നിന്നും ബലമായിട്ട് ഇറക്കി വിടുകയാണ് വസുമതി. പുറത്താക്കി വാതിൽ കതവൊക്കെ അടയ്ക്കുന്നുണ്ട്. അന്നേരം ആകെ വിഷമമാവുകയാണ് അർജുനും പ്രീതിക്കുമൊക്കെ. തുടർന്ന് അവളെ ഒഴിവാക്കി വിട്ടത് നന്നായി എന്ന് റോഷ്നിയുടെ അമ്മ വസുമതിയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഞാൻ ഒന്നുകൂടി സംസാരിക്കാം എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും വാതിൽ കൊട്ടാനായിട്ട് വരുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, വേണ്ട, ഭൂമിയോളം നമുക്ക് താഴാം, പിന്നെയും ചവിട്ടി മതിച്ചാൽ നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിക്കുകയാണ് പ്രീതി. അന്നേരം ശാലിനി ആലോചിക്കുന്നുണ്ട്, അർജുനേട്ടൻ്റെ കുഞ്ഞ് പ്രീതിയുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന് അർജുനേട്ടൻ ഇപ്പോൾ അറിഞ്ഞാൽ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറും. പക്ഷെ അത് പറയാനായിട്ടൊരു നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ആലോചിച്ച് നിൽക്കുമ്പോൾ പ്രീതി ശാലിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതൊക്കെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അർജുൻ കാണുന്നുണ്ട്. ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനെയും കാണുന്നുണ്ട്. അർജുൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. അവസാനം ശാലിനിയെയും കൂട്ടി പ്രീതി അവിടെ നിന്നും ഇറങ്ങുകയാണ്. തുടർന്ന് മുകളിൽ ഒറ്റയ്ക്കിരിക്കുന്ന അർജുൻ്റെ അടുത്തേക്ക് റോഷ്നിയെയും കൂട്ടി വരികയാണ് ചിത്ര. അർജുനേട്ടന് റോഷ്നി ചേച്ചിയോട് സംസാരിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കി തന്നില്ല എന്ന് വേണ്ട, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് റോഷ്നിയെ മുന്നിൽ നിർത്തിയിട്ട് ചിത്ര ഇങ്ങ് താഴേക്ക് പോവുകയാണ്. അന്നേരവും അർജുൻ്റെ മനസ്സിൽ പ്രീതി വന്ന കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്തങ്ങ് സങ്കടപ്പെടുകയാണ്. തുടർന്ന് അർജുനേട്ടന് എന്നോടൊന്നും സംസാരിക്കാനില്ലേ, നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാമായിരുന്നു, കല്യാണമൊക്കെ ആകുമ്പോൾ ഈ അകൽച്ചയൊക്കെ മാറിയേനെന്ന് റോഷ്നി പറയുന്നുണ്ട്. അന്നേരം കാര്യങ്ങളൊക്കെ അമ്മയാണ് തീരുമാനിക്കുന്നത്, അമ്മയെല്ലാം പറഞ്ഞില്ലേ, പിന്നെ നമ്പർ വേണമെങ്കിൽ ചിത്രയോട് ചോദിച്ചാൽ മതി, ചിത്ര തരും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി റോഷ്നിയുടെ അടുത്ത് നിന്നങ്ങ് പോവുകയാണ് അർജുൻ. ഈ സമയത്താണ് മൊബൈലിൽ കാർ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സുസ്മിതയുടെ അടുത്തേക്ക് സത്യഭാമ വന്നിട്ട് പ്രീതിയെ കാണുന്നില്ല, മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ കണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, ഞാൻ കണ്ടില്ല ഭാമാൻ്റി എന്ന് പറയുമ്പോഴും സുസ്മിത മനസ്സിൽ കരുതുന്നത് അവരെ ഞാൻ തിരിച്ചു വരാൻ പറ്റാത്ത ലോകത്തേക്ക് പറഞ്ഞു വിട്ടു, കൂടെ ശാലിനിയും രോഹിത്തുമുണ്ട് എന്നൊക്കെ സുസ്മിത മനസ്സിൽ അങ്ങ് ആഘോഷിച്ച് ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് വസുമതി സത്യഭാമയെ ഫോൺ ചെയ്യുന്നത്. ഇതെന്താ വസുമതിയോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി സത്യഭാമ ഫോൺ എടുക്കുകയാണ്. അന്നേരം നിൻ്റെ സുഖവിവരം അന്വേഷിക്കാനല്ല ഞാൻ ഫോൺ ചെയ്തത്, പിന്നെ നീ വാക്കിനല്പം വിലയുള്ളവളാണെന്നാണ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് വസുമതി സംസാരിക്കുമ്പോൾ കാര്യമൊന്നും സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് എൻ്റെ മകൻ്റെ കല്യാണാലോചന മുടക്കാനായിട്ട് നീ മരുമകളെയും മകളെയും പറഞ്ഞു വിട്ടില്ലേ, അത് വളരെ മോശമായി പോയി, എന്തൊക്കെ പിച്ചിലാട്ടങ്ങൾ നടത്തിയാലും ഈ കല്യാണം ഞാൻ നടത്തും, റോഷ്നിയാണ് വധു എന്നൊക്കെ പറഞ്ഞ് വസുമതി കുഞ്ഞമ്മയോട് തോളോട് തോള് നിൽക്കാൻ പറ്റുന്ന പാരമ്പര്യവും ആഢ്യത്വമുള്ള തറവാടൊക്കെ തന്നെയാണ് അവരുടേത്, ഈ കല്യാണം ഞാൻ നടത്തും എന്ന് സത്യഭാമയെ വെല്ലുവിളിച്ചിട്ട് വസുമതി അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ആകെ അങ്ങ് ദേഷ്യമാകുന്നുണ്ട് സത്യഭാമയ്ക്ക്. ഇതേസമയം ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവർ ചത്തില്ലേ, അവരൊക്കെ അവിടെ എത്തിയോ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നോ ചിന്തിച്ച് നിൽക്കുകയാണ് സുസ്മിത. ഈ അവസരം മുതലെടുത്ത് ശാലിനിക്കെതിരെ മോശമായിട്ട് സത്യഭാമയോട് സംസാരിക്കുകയാണ് സുസ്മിത. ചായക്കടക്കാരിയുടെ മകൾക്ക് എന്തുമാകാമല്ലോ, അതുപോലെയാണോ നമ്മുടെ പ്രീതി, രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകളല്ലേ, അവളോട് പറയുന്ന ഓരോ വാക്കും ആൻറ്റിക്കെതിരെയുള്ള ഓരോ അടിയാണ്, അവൾക്ക് ഇത് എന്തിൻ്റെ കേടാണ് എന്നും പറഞ്ഞ് വീണ്ടും ശാലിനിക്കെതിരെ അങ്ങ് സംസാരിക്കുമ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ ആകെ അങ്ങ് രോഷം കൊള്ളുകയാണ് അങ്ങ് സത്യഭാമ. പറഞ്ഞിട്ടും സുസ്മിതയ്ക്ക് അങ്ങോട്ട് മതിയാവുന്നുമില്ല. സുസ്മിത വീണ്ടും പറയുകയാണ്, ആൻറ്റിയുടെ ശാലിനിയുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ പ്രീതി ഒപ്പിട്ടത്, പിന്നെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് എന്തിനാണ് കല്യാണാലോചന മുടക്കാനായിട്ട് പ്രീതി ഇത്രയും ദൂരം അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്, പ്രീതിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ പ്രീതി എന്ന് പറയുന്നത് ശാലിനിയുടെ ചരട് വലിക്കുന്ന ഒരു പാവം മാത്രമാണ്, പ്രീതിയെ അവൾ കരുവാക്കുകയാണ് ആൻറ്റിക്കെതിരെ, ആൻറ്റിയോടാണ് അവളുടെ പക മുഴുവൻ, ഇങ്ങനെയാണെങ്കിൽ വൈകാതെ അവൾ പ്രീതിയെ കൊന്നൊടുക്കും, അങ്ങനെയെങ്കിലും ആൻറ്റിയുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീര് വീഴട്ടെ എന്നവൾ ചിന്തിക്കും, ആ പകയാണ് ശാലിനിക്ക് ആൻറ്റിയോട് പകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് വിഷം കുത്തിവയ്ക്കാനായിട്ട് സുസ്മിത നിറയ്ക്കുന്നുണ്ട്. അതൊക്കെ ഒരു പാവയെ പോലെ അങ്ങ് കേട്ട് നിന്നങ്ങ് സമ്മതിക്കുകയാണ് സത്യഭാമയും. എന്നിട്ടും സുസ്മിത ചോദിക്കുന്നുണ്ട്, ഈ കണ്ട നാൾ മുത്രയും ഞാനിവിടെ താമസിച്ചിട്ട് എന്നോടൊരു വാക്ക് സ്നേഹത്തോടെ പ്രീതി സംസാരിക്കുകയോ ഒന്ന് മനസ്സുറന്ന് ചിരിക്കുകയോ ചെയ്യുന്നത് ആൻറ്റി കണ്ടിട്ടുണ്ടോ, ഇല്ലല്ലോ, ആ ശാലിനി പറയുന്നത് പോലെ മാത്രമേ കേൾക്കുകയുള്ളൂ, ആൻറ്റിയുടെ വീക്ക് പോയിന്റ് പ്രീതിയാണ് എന്ന് ശാലിനിക്ക് നന്നായിട്ട് അറിയാം, അതിനുവേണ്ടിയാണ് അവൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് വിഷം കുത്തിവെക്കുകയാണ് സത്യഭാമയുടെ മനസ്സിൽ ശാലിനിയെക്കുറിച്ചങ്ങ് സുസ്മിത.
ഇതേസമയം ശാരിക കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തത്രപ്പാടിലാണ്. കുടുംബശ്രീയിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അന്നേരം ശാരദാമ്മ ചോറൊക്കെ ഉണ്ടാക്കും, ശാരിക കറിയൊക്കെ ഉണ്ടാക്കുന്ന വെപ്രാളത്തിലാണ്. ഈ സമയത്ത് രാജീവ് പതുക്കെ നടന്ന് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അന്നേരം തന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ, എപ്പോഴും അടുക്കളയിലാണോ, ചട്ടുകമാണോ കൂട്ടെന്നൊക്കെ പറഞ്ഞ് രാജീവ് കളിയാക്കുന്നുണ്ട്. അന്നേരം സാറിനോട് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കൊടുക്കുന്ന കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ ഒരു പ്രത്യേകതരം അവിയലാണ് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടതെന്ന് പറഞ്ഞ് സാർ ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് രാജീവിൻ്റെ കയ്യിലേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതൊക്കെ ജനലിൻ്റെ പുറം ഭാഗത്ത് നിന്ന് വിജയലക്ഷ്മി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്നാണ് ശാരദാമ്മ ഫോൺ ചെയ്യുന്നത്, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് അറിയാനായിട്ട്. ഈ സമയത്ത് ശാരിക ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ രാജീവ് ആശ്വസിക്കുന്നുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും അടുക്കളയിൽ നിന്ന് തനിക്കൊരു വിടുതൽ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കിയിട്ട് രാജീവും അങ്ങ് അടുക്കളയിൽ നിന്ന് മാറുന്നുണ്ട്. ഈ സമയത്ത് അകത്തേക്ക് വരുന്ന വിജയലക്ഷ്മി, നീ ഞങ്ങൾക്ക് പണമൊന്നും തരാതെ വലിയ പണക്കാരിയാവാനുള്ള തത്രപ്പാടാണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സ്ലാവിൻ്റെ അടിയിൽ നിന്നും ഒരു ഡപ്പയിൽ നിന്ന് എലിവിഷം എടുക്കുകയാണ്. തുടർന്ന് എലിവിഷം എടുത്ത് അവിയലിലേക്ക് ഇട്ട ശേഷം അത് ഇളക്കി വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഫോണിൽ സംസാരിച്ച ശാരിക തിരികെ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാറുകയാണ് അടുക്കളയിൽ നിന്നും വിജയലക്ഷ്മി. ഇനി ശാരിക ഭക്ഷണം നോക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുമോ, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്